എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ നമുക്ക് എളുപ്പത്തിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്, എഗ് റൈസ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോറ് വേവിച്ചതാണ്. 1 കപ്പ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് റൈസും ഉപയോഗിക്കാം. അടുത്തതായി ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി എഗ് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പാനോ കടായിയോ ചൂടാക്കിയതിനു ശേഷം എണ്ണ 4 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നീട് കടുക് എല്ലാം പൊട്ടി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തുടർച്ചയായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കണം. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അടുത്തത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വെജിറ്റബിൾസ് എല്ലാം വേവുന്നതിനായി ഏകദേശം 3 മിനിറ്റ് ഇളക്കിയാൽ മതിയാകും. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ച ചുവ മാറാൻ തുടർച്ചയായി 10-15 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം അല്പം ഒന്ന് വറ്റി ഇതുപോലെയാകുമ്പോൾ പാനിന്റെ സൈഡിലേക്ക് എല്ലാം മാറ്റി നടുക്കൊരു സ്പേസ് ഉണ്ടാക്കുക. അതിനുശേഷം ഇതിന്റെ നടുവിലേക്ക് ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ 10 സെക്കൻഡ് നേരം ഇളക്കരുത്, അങ്ങനെ തന്നെ വെക്കുക. മുട്ട അല്പം വെന്ത് കഴിയുമ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. ഇതിന്റെ കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ അല്പം ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.